കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അസിത പറഞ്ഞു തുടങ്ങി വെച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2004 മുതൽ 2019 വരെ രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലമാണ് അമേഠി. 55,000 പേർ വോട്ടിനാണ് കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി തോൽപ്പിച്ചത്. പക്ഷേ ഒരു ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് 55,000 എന്ന് പറയുന്ന ഭൂരിപക്ഷം, പ്രത്യേകിച്ച് അമേഠി പോലെ കോൺഗ്രസിൻ്റെ തലമുറകൾ കൈവച്ച സോണിയ കുടുംബം, ഇന്ദിരാഗാന്ധി കുടുംബമൊക്കെ തലമുറകളായി കൈവശം വെച്ച ആ മണ്ഡലത്തിൽ 55,000 വോട്ടിൽ വീണ്ടും ആ റിസ്ക് എടുത്തിരുന്നെങ്കിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. 55,000 ഭൂരിപക്ഷം ഒന്നും പറയുന്നത് വലിയ ഭൂരിപക്ഷമൊന്നുമില്ല. പക്ഷേ ആ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടില്ല. രാഹുലും തയ്യാറായിട്ടില്ല, കോൺഗ്രസും തയ്യാറായില്ല. സേഫ് സോൺ വിട്ടൊരു കളി അവർക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി റായ്ബറയിലേക്ക് പോകുന്നു. സ്വാഭാവികമായി അദ്ദേഹം അവിടെ ജയിക്കും, ഒരു സംശയം വേണ്ട. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. 1,70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു സോണിയാഗാന്ധിക്ക്. എന്താ ആ ഒരു ഭൂരിപക്ഷത്തിനടുത്ത് തന്നെ ജയിക്കും, കാരണം അവിടെ അഖിലേഷ് യാദവിൻ്റെ പിന്തുണയുണ്ട്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ മണ്ഡലം നിലനിർത്താൻ ഈ മണ്ഡലത്തെ രാഹുൽ ഏത് അവസ്ഥയിലാക്കുമെന്നാണ്? ഇല്ല, ഒരു സംശയം വേണ്ട, തോൽക്കും, അമേഠിയാക്കുമെന്നാണ്. ആ സംശയം എന്താണ്? കാരണം ഇപ്പോൾ അസിത പറഞ്ഞില്ലേ, രാഹുൽ ഗാന്ധി BJPക്കെതിരെ പോരാടുന്നു എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കണമായിരുന്നുവെങ്കിൽ അമേഠിയിൽ നിന്ന് ആ വെല്ലുവിളി ഏറ്റെടുക്കണമായിരുന്നു. ഇപ്പോൾ കിഷോറിലാൽ ശർമ്മ എന്ന് പറയുന്ന ഒരാളാണ് അമേഠിയിൽ മത്സരിക്കാൻ പോകുന്നത്. എഴുതി വെച്ചോ, 8 മണിക്ക് വോട്ടെണ്ണും 8-3 തോൽക്കും, ഒരു സംശയം വേണ്ട അദ്ദേഹം. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത്? ഒരു സേഫ് സോൺ വിട്ടൊരു കളി ഒരിക്കലും രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ എടുക്കുന്നില്ല. ഇപ്പോൾ ഈ തീരുമാനം കുറച്ചുകൂടി നേരത്തെ എടുത്തിരുന്നുവെങ്കിൽ, റായ്ബറയിലോ അല്ലെങ്കിൽ അമേഠിയിലോ മത്സരിക്കുന്ന തീരുമാനം കുറച്ചുകൂടി നേരത്തെ എടുത്തിരുന്നുവെങ്കിൽ അതിന് കുറച്ചുകൂടി അന്തസ്സുണ്ടാകും. ആ വാക്ക് പ്രയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, കുറച്ചുകൂടി അന്തസ്സുണ്ടാകുമായിരുന്നു.